ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ അടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, നേരെ വീഡിയോയിലേക്കല്ലേ. അതിലേക്ക് ഞാൻ 3/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടുത്തെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. തലേ ദിവസത്തെ ചോറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ലൂസും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയുമായി പോവാത്ത ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്കിത് അരഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ചോറ് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇനി നമ്മുടെ മാവിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ചോറ് മുഴുവനായിട്ടും തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1 കപ്പ് അളവിലുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാതെ ഞാൻ പറഞ്ഞതുപോലെ കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് മുഴുവനും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കയ്യിൽ അല്പം എണ്ണ തടകി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു സമയം നമുക്കൊരു 10-12 കാഷ്യൂ നട്ട്സ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കാതെ ചെറിയ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരമുറി തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തേങ്ങ നല്ല രീതിക്ക് തന്നെ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 3 ഏലക്കയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയം നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ
ഒരു വാഴയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ല അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ മാവ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കനം കുറച്ചൊന്ന് പരത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നടുവിലായിട്ട് ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫില്ലിങ് ഈ ഒരു സമയം ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു സ്റ്റീമറിൽ നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ അടയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള മാവ് ഞാനിവിടെ കൊഴുക്കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്കിതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിൽ അടിപൊളിയാണ്. നല്ല സ്വീറ്റായിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.